നമ്മുടെ കൊല്ലം ജില്ലയിലെ തേവലക്കരയിലെ മിഥുൻ ഷോക്കേറ്റ് മരിച്ചു. 100 സുരക്ഷാ കാര്യങ്ങളുള്ള ഒരു ലിസ്റ്റുണ്ട്, 100 കാര്യങ്ങളുള്ള ലിസ്റ്റുണ്ട്. സേഫ്റ്റി കമ്മിറ്റിയുണ്ട്, പഞ്ചായത്തിന് സേഫ്റ്റി കമ്മിറ്റി, എഞ്ചിനീയർക്ക് ചുമതല സേഫ്റ്റി കമ്മിറ്റികളുണ്ട്, KSEBക്കുണ്ട്, ജില്ലാ ഇലക്ട്രിക്കൽ വിങ് ഉണ്ട്, KSEBക്ക്. അങ്ങനെ ഒരുപാട്. ഇന്നലെ അവരെല്ലാം വന്ന് ആവേശത്തോടെ അവിടെ അളക്കുകയും അതെല്ലാം തെറ്റാണെന്നൊക്കെ പറയുകയും ചെയ്തു. കഴിഞ്ഞ 8-9 വർഷമായിട്ട് അവിടെ ഷെഡ് നിന്നിട്ട് ആരും കണ്ടുപിടിച്ചില്ല. അപ്പം ഞാൻ ഇത് പറയാൻ വന്ന ആ കഥയല്ല, അത് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ലിങ്കിൽ കാണാം. ഇതുപോലൊരു വലിയ പ്രതിസന്ധിയാണ് സ്കൂളുകളിലും കോളേജുകളിലും മരങ്ങൾ ധാരാളം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ മരം വെച്ച് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണ്ട് ജൂൺ 5-ന് ഇതൊരു വലിയ പരിപാടിയാണ്. എല്ലാ ജൂൺ 5-നും പരിസ്ഥിതി ദിനമെന്ന് പറഞ്ഞ് 100 കണക്കിന് മരങ്ങൾ വെച്ച് പിടിപ്പിക്കും. മരങ്ങൾ വെച്ച് പിടിപ്പിച്ചതുപോലെ അത് പരിപാലിക്കുന്നതിനും സമയത്ത് മുറിക്കുന്നതിനും ഒരു പദ്ധതിയുമില്ല. ഇന്നിപ്പോൾ നിരവധി സ്കൂളുകളിലാണ് അത് വലിയൊരു പ്രതിസന്ധിയായി വന്നിട്ടുള്ളത്. ഇത് പറയാൻ കാരണം ശിവൻകുട്ടിയുടെ ശ്രദ്ധയിൽ ഇത് വരണം എന്നുള്ളതുകൊണ്ടാണ്. മന്ത്രിയുടെ ധാരാളം, അതുപോലെ ഷാനവാസ് DPയുടെ ധാരാളം സ്കൂളുകളിലാണ് അശാസ്ത്രീയമായി മരങ്ങൾ നിൽക്കുന്നത്. മരങ്ങൾ മുറിക്കാനുള്ളതാണ്. മരത്തെയും പരിസ്ഥിതിയെയും നന്നായി ബഹുമാനിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് പറയട്ടെ, മരങ്ങൾ മുറിക്കാനുള്ളതാണ്. കൂടുതൽ മരങ്ങൾ വച്ച് പിടിപ്പിക്കണം. ഒരു മരം മുറിക്കുമ്പോൾ 10 തൈ വയ്ക്കണം. ഇതേ ഉള്ളൂ സങ്കല്പം, ഭാരത സങ്കല്പവും കാര്യങ്ങളും. അപ്പോൾ പരമാവധി ശാസ്ത്രീയമായി കൂടുതൽ തൈയും മരങ്ങളും വച്ച് പിടിപ്പിക്കുകയും വയസ്സായതും അപകടകരമായിട്ടുള്ളത് മരങ്ങൾ മുറിച്ച് മാറ്റുക തന്നെ ചെയ്യണം. അത് തന്നെയാണ് അതിൻ്റെ കാഴ്ചപ്പാട്. അല്ലാതെ ഒരു കാഴ്ചപ്പാടുമില്ല. തന്നെത്താനെ വീണ് കുട്ടികളെയെല്ലാം കൊല്ലുന്നതല്ല കാഴ്ചപ്പാട്. ധാരാളം സ്കൂളുകളിൽ മരങ്ങൾ അശാസ്ത്രീയം നിൽപ്പുണ്ട്. ഇപ്പോൾ ഒരു പ്രശ്നം, പ്രിൻസിപ്പാൾമാരോട് ഇത് പറഞ്ഞാൽ അവർ, അല്ലെങ്കിൽ HMമാരോട് അവർ പഞ്ചായത്തിനോട് ഒരു ട്രീ കമ്മിറ്റിയുണ്ട് എല്ലാ പഞ്ചായത്തിലും. അപ്പോൾ ട്രീ കമ്മിറ്റിക്ക് ഇപ്പോൾ അപേക്ഷ കൊടുത്താൽ അവർ വന്ന് പരിശോധിച്ചിട്ട് പറയും ഈ മരം മുറിച്ചോളൂ എന്ന് പറയും. അത് സമ്മതിച്ചു. പക്ഷെ മുറിക്കാൻ ആര് മുറിക്കും? 1000 രൂപ പോലും വില കിട്ടാത്ത മരത്തിന് 20,000 30,000 ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. മുറിക്കാൻ വലിയ വിലയാണ് കൊടുക്കേണ്ടി വരുന്നത്, കൂലിയാണ് കൊടുക്കേണ്ടത്. ആരാണിത് മുറിക്കുക? PTയോടാണ് മുറിക്കാൻ പറയുന്നത്. എവിടെയാണ് PTAക്ക് പൈസ? അവർ 100 രൂപയോ 200 രൂപയോ കുട്ടികളെ നിന്ന് PTA ഫീസ് വാങ്ങിച്ചാൽ അവർക്ക് 100 കാര്യങ്ങളാണ് ഉള്ളത്. അവർക്ക് ആഘോഷം നടത്തണം, ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു PTAക്ക്. ഇത് ചെയ്യാൻ കഴിയില്ല. ധാരാളം സ്കൂളുകളിലാണ് നിൽക്കുന്നത്. പിന്നെ അധ്യാപകരല്ലേ ഇപ്പോൾ കോഴിപിടിയന്മാരായി. കാരണം എന്താണ്? ബിരിയാണി കൊടുക്കുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. 10 രൂപ ഹൈസ്കൂളിനും 6 രൂപ UPSനും വെച്ചുകൊണ്ട് എന്തായാലും ബിരിയാണി കൊടുക്കാൻ കഴിയത്തില്ല. വട പോലും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പിന്നെ എന്താണ്, ഫ്രൈഡ് റൈസ്, ബിരിയാണി, പിന്നെ മുട്ട, കോഴി, ഒരു വള്ള സാധനം. അതുകൊണ്ട് അധ്യാപകരൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ രാത്രിയാകുമ്പോൾ തലയിൽ മുണ്ടിട്ടുകൊണ്ട് കോഴി പിടിക്കാൻ ഇറങ്ങും. അപ്പോൾ എങ്കിലല്ലേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. ടീച്ചർമാരെല്ലാം ചീര പറിക്കാൻ ഇറങ്ങും. അത് പിന്നെ അവർ പകലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കൂട്ടത്തിൽ ചക്ക, ചീര, മാങ്ങ ഇതൊക്കെ അന്യൻ്റെ പറമ്പിൽ, സ്വന്തം പറമ്പിലില്ലെങ്കിൽ അന്യൻ്റെ പറമ്പിൽ പോയി മോട്ടിച്ചുകൊണ്ട് വന്നാണ് ടീച്ചർമാർ സ്കൂളിൽ ടീച്ചർമാരെ ബാഗ് പരിശോധിച്ചാൽ അറിയാം. അതിനകത്ത് ചീരയും പപ്പായയും ഇതൊക്കെ കാണും. കാരണം സ്കൂളിൽ ഇത് കൊടുക്കണമല്ലോ കുട്ടികൾക്ക്. ഗവൺമെൻറ് ഓർഡർ ഇട്ടാൽ മാത്രം പോരെ. മന്ത്രിക്ക് അവിടെ ഇരുന്ന് ഫാൻസി ഓർഡറുകൾ പലതും ഇടാന്നേ. അവിടെ സ്കൂളിൽ ഇനി ഫ്രൈഡ് റൈസ്, ചിക്കൻ ബിരിയാണി, മുട്ട എല്ലാവർക്കും കൊടുക്കും, പാലും കൊടുക്കും. ഉടൻ കൈയടി, എല്ലാവരും കൈയടി. ആ മന്ത്രി പറഞ്ഞു, ഫേസ്ബുക്കിൽ ഇടുന്നു, ട്രോൾ ഇടുന്നു, സഹാക്കൾക്കെല്ലാം സന്തോഷം. ഉടനെ തന്നെ തത്വാധിഷ്ഠിത നിലപാടായി, സാമൂഹ്യ സേവനം എല്ലാം ആയി. പക്ഷെ ഇവിടെ പഞ്ചായത്തിൽ വരുമ്പോൾ, സ്കൂളിൽ വരുമ്പോൾ 5 പൈസ എടുക്കാനില്ല. അല്ലെങ്കിലേ ദരിദ്രർ. കൂനിന്മേൽക്ക് ഒരുപോലെ അവരിൽ പൈസ, അല്ലെങ്കിലേ അവരുടെ കാര്യങ്ങൾക്ക് അവർക്ക് പൈസയില്ല. കെട്ടിടം വയ്ക്കാൻ ഒരു കാര്യത്തിനുമില്ല. അപ്പോഴാണ് ഈ പരിപാടി. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ മരം വെട്ട് പരിപാടികൾ വരുന്നത്, മരം നിൽക്കുന്ന പരിപാടി. അപ്പോൾ സ്കൂളുകളെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് കാര്യവും സർക്കാർ കുറച്ച് ചെയ്യുക, ബാക്കി മുഴുവൻ PTA മണ്ടയിലിട്ട് കൊടുക്കുക. PTA ആരുടെ അടുത്താണ് പറയുന്നത്? പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് വന്ന് HMൻ്റെ അടുത്ത്, അയ്യോ മേഡം, അല്ലേ സാറേ, നമ്മളിത് എങ്ങനെയാണ് ചെയ്യാമെന്ന് ചോദിക്കും. ഇത് വളരെ വലിയ ദുരന്തമാണ്. അതുകൊണ്ട് തന്നെ ഒരു എഡ്യൂക്കേഷൻ ഓഡിറ്റ്, സോഷ്യൽ ഓഡിറ്റ്, 14,000 സ്കൂളുണ്ടെന്നാണ് നമ്മുടെ ശിവൻകുട്ടി സാർ ഇന്നലെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 14,000 സ്കൂളിലും ഒരു സോഷ്യൽ ഓഡിറ്റ് ചെയ്യേണ്ട സമയമായി. അതിൽ മുൻ വിദ്യാർത്ഥികളെയോ അവിടെ പഠിച്ചവരെയോ അല്ലെങ്കിൽ ആരെയോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പഞ്ചായത്തിനെയോ ഒക്കെ വെച്ചുകൊണ്ട് ഒരു സോഷ്യൽ ഓഡിറ്റ് ചെയ്യേണ്ട കാര്യമായി. അതിലൊരു എൻവയോൺമെൻറ്റൽ ഓഡിറ്റും ചെയ്യണം, ഒരു സേഫ്റ്റി ഓഡിറ്റും ചെയ്യണം. ഈ 3 കാര്യങ്ങളും നടത്തണം. ഒരു സേഫ്റ്റി ഓഡിറ്റ്, ഒരു എൻവയോൺമെൻറ്റൽ ഓഡിറ്റ്, ഒരു ഗ്രീൻ ഓഡിറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു കണക്കെടുപ്പ് എല്ലാ സ്കൂളുകളിലും നടക്കണം. അടിയന്തരമായി അതിനുള്ളൊരു ഫോർമാറ്റ് ഡിസൈൻ ചെയ്ത് അത് കൊടുക്കണം. ആൾ കൂടിയാൽ പാമ്പ് ചാവില്ല, എല്ലാവരുടെയും കൂടെ പാമ്പ് ചാടിപ്പോകുമെന്ന് പറയുന്നൊരു കഥയുണ്ട്. അതുപോലെ തന്നെ ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിട്ടാണ് ഇപ്പോൾ പല സ്കൂളുകളിൽ നിന്നും പല രക്ഷാകർത്താക്കളും PTA-ക്കാരുമൊക്കെ എന്നെ വിളിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് സ്കൂളുകളിൽ മരങ്ങൾ അശാസ്ത്രീയമായി നിൽപ്പുണ്ട്. ആ വൃക്ഷങ്ങൾ മുറിച്ച് മാറ്റുക തന്നെ ചെയ്യണം. അതിനുള്ള തുക പഞ്ചായത്ത് വേണമെങ്കിൽ അത് മുറിച്ചുകൊണ്ട് പോകണം, അല്ലെങ്കിൽ ആളുകൾക്ക് അത് ഫ്രീ ആയിട്ട് മുറിച്ചുകൊണ്ട് പോകാനുള്ള സംവിധാനം കൊടുക്കണം.
അതിനുള്ള തീരുമാനം സർക്കാരിൽ നിന്നുണ്ടാവണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ കെയർ ഓഫിൽ എല്ലാ മരവും മുറിച്ച് മാറ്റുകയും ചെയ്യരുത്. അപകടനില ഈ നിൽക്കുന്ന മരങ്ങൾ മാത്രം, അപകടനില താണ്ടി നിൽക്കുന്ന മരങ്ങൾ മാത്രം, ബാക്കിയുള്ളത് വയസ്സായി അപകടനിലയൊക്കെ താണ്ടി നിൽക്കുന്ന മരങ്ങൾ മാത്രം, ബാക്കി കൃത്യമായി ആരോഗ്യമുള്ള മരങ്ങളെ തൊടുകയും ചെയ്യരുത്. പകരം ഒരുപാട് തൈകൾ വച്ച് പിടിപ്പിക്കുകയും വേണം. ഈ 2 പ്രോസസ്സും നടക്കണം. അങ്ങനെ നടക്കട്ടെ. സ്കൂളുകളിൽ ഒരു ഓഡിറ്റ് ചെയ്യാനുള്ള സമയമായി. ഈ പറഞ്ഞ പോലെ അത് സഖാവിൻ്റെ സ്കൂളാണോ, പാർട്ടിയുടെ സ്കൂളാണോ, മാനേജ്മെൻറ്റ് സ്കൂളാണോ, എയ്ഡഡ് സ്കൂളാണോ, ഒന്നും നോക്കേണ്ട കാര്യമില്ല. സ്റ്റേറ്റ് സർക്കാരിൻ്റെ കീഴിലുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെല്ലാം ഒരു പരിശോധന നടക്കേണ്ട സമയമായി. അത് കേവലം ചർവണം പോലെ ആണ്ടോടാണ്ട് നടക്കുന്ന ചടങ്ങുകൾ പോലുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോരാ. ഒരു എമർജൻസി ഒരു ടാസ്ക് ഫോഴ്സ് മന്ത്രി രൂപീകരിക്കുക. അതിലൊക്കെയാണ് താങ്കൾ സമയം കണ്ടെത്തേണ്ടത്. അല്ലാതെ ഭാരതാംബയൊക്കെ അവിടെ നിൽക്കട്ടെ, അതുപോലെ സൂംബയും ഭാരതാംബയും മറ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഗവർണർ എന്ത് ചെയ്യണമെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഇതാണ് പ്രധാനം. സ്കൂളുകളിൽ ഈ പറയുന്ന സംഭവങ്ങളെ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും.